ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് റെയിൽടെൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റെയിൽ സുരക്ഷാ സംവിധാനമായ കവചിന്റെ ടെൻഡറിംഗ് സെപ്റ്റംബർ 19 ആരംഭിക്കും. ഈ ടെൻഡറിംഗിൽ റെയിൽടെൽ കോർപ്പറേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റെയിൽടെലിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ആഗസ്റ്റ് 30 റെയിൽടെൽ എന്ന കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസും ലഭിച്ചിരുന്നു. SJVN, റെയിൽടെൽ, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ കമ്പനികൾക്കായിരുന്നു നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചത്. നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചത് വഴി ബിഡിങ്ങിലും അതുപോലെ തന്നെ കമ്പനിയുടെ സബ്സിഡറി ഇൻവെസ്റ്റ്മെൻറ്റിലുമൊക്കെ കമ്പനിക്ക് അഡ്വാൻറ്റേജ് ലഭിക്കും. ഈ രണ്ട് ന്യൂസുകളുടെയും പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച, പ്രത്യേകിച്ചും സെപ്റ്റംബർ 19 അടുത്ത് റെയിൽടെൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റെയിൽടെൽ എന്ന സ്റ്റോക്ക് 450-നും 550-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യും എന്നാണ് പല ടെക്നിക്കൽ അനലിസ്റ്റുകളും പറയുന്നത്. 484 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. റെയിൽടെലിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 550. 550-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 600 വരെ പോകും. വരുന്ന 2 മാസം റെയിൽടെൽ എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്താൽ 550 മുതൽ 600 വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്ന് HEM സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 48.67 കോടിയായി മാറുകയും റവന്യൂ 19% വർദ്ധിച്ച് 558 കോടിയായി മാറുകയും എബിറ്റ 14.8% വർദ്ധിച്ച് 103 കോടിയായി മാറുകയും ചെയ്തിരുന്നു. റെയിൽടെൽ എന്ന സ്റ്റോക്ക് ടെക്നിക്കലി 50 ഡേ, 100 ഡേ, 150 ഡേ, 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലും 5 ഡേ, 10 ഡേ, 20 ഡേ, 30 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയും ട്രേഡ് ചെയ്യുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വോഡാഫോൺ ഐഡിയ 11% ഇടിഞ്ഞ് 13 രൂപ 43 പൈസയിലേക്ക് എത്തുകയും സ്റ്റോക്ക് അതിൻ്റെ ഇൻട്രാഡേ ലോ ആയ 9 രൂപ 55 പൈസയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ്മാൻ സാൻസ് വോഡാഫോൺ ഐഡിയയ്ക്കും ഇൻഡസ് ടവറിനും സെൽ എന്ന റേറ്റിംഗും വോഡാഫോൺ ഐഡിയയ്ക്ക് 83% ഡൗൺ സൈഡിൽ 2 രൂപ 50 പൈസയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. ആദ്യം തന്നെ ഗോൾഡ്മാൻ സാൻസ് ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. കമ്പനി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ തുടർച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഷെയർ റിക്കവർ ചെയ്യുന്നതിനും കമ്പനി സക്സസ് ആവുന്നില്ല. ജിയോ, എയർടെൽ തുടങ്ങിയ കമ്പനികളാണ് വോഡാഫോൺ ഐഡിയയുടെ മാർക്കറ്റ് ഷെയർ പിടിക്കുന്നത്. വരുന്ന 3 മുതൽ 4 വർഷത്തിനുള്ളിൽ ഏകദേശം 50% മാർക്കറ്റ് ഷെയർ വോഡാഫോൺ ഐഡിയയ്ക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കമ്പനി തുടർച്ചയായ താരിഫ് ഉയർത്തിയിട്ടും അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഇതുവരെയും ഉയർന്നിട്ടില്ല. കാരണം 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ കടബാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയത്. ഗോൾഡ്മാൻ സാൻസ് സെല്ലും 2 രൂപ 50 പൈസയുടെ ടാർഗറ്റും, ICICI സെക്യൂരിറ്റീസ് ഹോൾഡ് 15 രൂപയുടെ ടാർഗറ്റ്, സിറ്റി ബൈ എന്ന റേറ്റിംഗും 22 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. CLSA അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും 10 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. ആക്സിസ് ക്യാപിറ്റൽ റെഡ്യൂസ് എന്ന റേറ്റിംഗും 15 രൂപ 60 പൈസയുടെ ടാർഗറ്റ് നൽകി. സെൻട്രം ബ്രോക്കിംഗ് സെൽ എന്ന റേറ്റിംഗും 11 രൂപയുടെ ടാർഗറ്റും, മാക്വറി അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും 10 രൂപയുടെ ടാർഗറ്റും, കോട്ടക് സെക്യൂരിറ്റീസ് സെൽ എന്ന റേറ്റിംഗും 10 രൂപയുടെ ടാർഗറ്റും, അംബിറ്റ് ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗും 23 രൂപയുടെ ടാർഗറ്റും, JP മോർഗൻ അണ്ടർവെയ്റ്റ് എന്ന റേറ്റിംഗും 7 രൂപയുടെ ടാർഗറ്റും, JM ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽ എന്ന റേറ്റിംഗും 10 രൂപയുടെ ടാർഗറ്റും, മോത്തിലാൽ ഒസ്വാൾ ന്യൂട്രൽ എന്ന റേറ്റിംഗും 15 രൂപയുടെ ടാർഗറ്റും, നൊമൂറ ന്യൂട്രൽ 15 രൂപയുടെ ടാർഗറ്റും, നവൂമ ഹോൾഡ് 16 രൂപ 50 പൈസയുടെ ടാർഗറ്റും, HSBC റെഡ്യൂസ് 7 രൂപയുടെ ടാർഗറ്റുമാണ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഇൻഡസ് ടവറിനും റെഡ്യൂസ് എന്ന റേറ്റിംഗും 220 രൂപയുടെ ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ വാല്യുവേഷനും അതുപോലെ തന്നെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും തമ്മിൽ മാച്ച് ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോൾഡ്മാൻ സാൻസ് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ടെലികോം സെക്ടറിൽ ഗോൾഡ്മാൻ സാൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഭാരതി എയർടെലിനെയാണ്. ഭാരതി എയർടെലിൻ്റെ ടാർഗറ്റ് 900 നിന്നും 1700 ഉയർത്തിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 10% അപ്സൈഡുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഭാരതി എയർടെൽ ടെലികോം സെക്ടറിലെ ഒരു പ്യുവർ പ്ലേ അല്ലെങ്കിൽ പ്യുവർ ടെലികോം കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കമ്പനി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനി ഫ്യൂച്ചറിൽ താരിഫ് ഹൈക്ക് നടത്താൻ സാധ്യതയുണ്ട്. ഇതുവഴി കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിക്കാനും 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 16 മുതൽ 21% CAGR കൂടിയുള്ള വളർച്ച ഭാരതി എയർടെൽ എന്ന കമ്പനി കൈവരിക്കാനും സാധ്യതയുണ്ട്.
ടെക്നിക്കലി വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 12 രൂപ 50 പൈസ സ്റ്റോക്കിൻ്റെ ഒരു ഡീസൻറ്റ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 12 രൂപയുടെ സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് നീങ്ങാനും ചിലപ്പോൾ 10, 9.5 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. ഇനി റെയിൽടെൽ എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 484 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് മുകളിൽ ഷോർട്ട് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഹയർ സൈഡിലെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇവിടെ 440 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 530, 580 തുടങ്ങിയ ലെവലുകളാണ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്